സ്വന്തം വൈകല്യം മറയ്ക്കാൻ വേണ്ടി മോളെയും ഉണ്ണിമോനെയും കൊച്ചാക്കുന്ന അവന്റെ വൃത്തികെട്ട സ്വഭാവത്തിന് അതിനേക്കാൾ വൃത്തികെട്ട രീതിയിൽ ഞാൻ തിരിച്ചടി കൊടുത്തിരിക്കും. അതെന്റെ വാശിയാ മോളെ. മോളെ പറഞ്ഞത് കേട്ടല്ലോ. നല്ല ഉറപ്പുള്ള വാക്കാ മോളുടെ അച്ഛന്റെ വാക്ക്. ഏട്ടാ, ഒരു കല്യാണം കഴിച്ച ശേഷം അവൻ ഇങ്ങനെ മാറുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ ഇപ്പോഴല്ലോ, മുമ്പും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? ഒരുമാതിരി കാർന്നവന്മാരെ പോലെയാണ് അവന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ. അതിന്റെ കൂടെ കല്യാണം കൂടെ കഴിച്ചപ്പോ അവളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി അവൻ ശ്രമിച്ചോണ്ടിരിക്കുക. അവിടെ ഉണ്ണിയെ നമ്മളെയൊക്കെ ഇടിച്ച് താഴ്ത്തിയേ പറ്റൂ. സാരമില്ല, അതിനൊന്നും വലിയ ആയുസില്ല. അവൾ ഒരിക്കലും അവനെ വിട്ട് പോവില്ല ഏട്ടാ. ഏട്ടാ, ഞാൻ പറഞ്ഞത് സത്യവാ. അതുകൊണ്ടാ ആ സമയത്ത് തന്നെ അവള് വന്നത്. ദേ, ഇപ്പൊ അവന്റെ കൂടെ അവളുടെ കറക്കം. അവൾക്ക് എങ്ങോട്ട് പോണമെങ്കിലും അവന്റെ ഒപ്പം പൊയ്ക്കോളാനാ കണ്ണം പറഞ്ഞിരിക്കുന്നെ. ഞാൻ പോട്ടെ ചേച്ചി. ആ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി ശരി. ഇവനാണ് കമ്പനിയിലെ പുതിയ അക്കൗണ്ടന്റ് അല്ലേ? എന്റെ ഏട്ട അക്കൗണ്ടന്റ് ആണെങ്കിലുവേ ഡ്രൈവറുടെ പണിയാ അവൻ ചെയ്യുന്നേ. കാലം കണ്ണന്റെ ആയുസിന് നോട്ടവിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ അവന് പകരം ആരെയെങ്കിലും അവളെ കണ്ടെത്തുന്നതാ നല്ലത്. എവിടെ കറങ്ങിട്ട് വരുവാടി? കണ്ണേട്ടന്റെ കൂട്ടുകാർ റിയാസക്കയും ജുബാനയും നാളെ ജർമ്മനിക്ക് പോവാ. ആ നേരത്ത് അനന്തുവേട്ടനും ലേഖയ്ക്കും കുറച്ച് ചമ്മന്തിപ്പൊടി അച്ചാറും ഒക്കെ കൊടുത്തുവിടണമെന്ന് കണ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ മാർക്കറ്റിൽ പോയതാ. ഈ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കടയിലേക്ക് വിളിച്ചു പറഞ്ഞാ അവര് കൃത്യമായിട്ട് ഇവിടെ എത്തിക്കും. അതിനുവേണ്ടി ഞങ്ങളാരും പുറത്തേക്ക് പോകാറില്ല. നിനക്ക് ആ പോയവനോടൊപ്പം ഉലകം ചുറ്റി നടക്കണം. അതിനുവേണ്ടി നീ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി. എന്തുവാ ദുർഗ ഇത്? കണ്ണം പറഞ്ഞിട്ടില്ലേ മോള് ആ ചെറുപ്പക്കാരനോടൊപ്പം മാർക്കറ്റിൽ പോയത്? അതിന് നീ ഇങ്ങനെ വിമർശിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, കണ്ണന് ജോലി തിരക്കുള്ളതുകൊണ്ടായിരിക്കും കണ്ണൻ കൂടെ വരാതിരുന്നത് അല്ലേ മോളെ? അല്ല, നാളെ റിയാസക്കയും ജുബാനയും ജർമ്മനിയിലേക്ക് പോവല്ലേ. അവർക്ക് കണ്ണേട്ടനെ കാണണമെന്ന് പറഞ്ഞു. അവരെ കാണാനായിട്ടാ ഏട്ടൻ പോയത്. ഓ ദുർഗേ, റിയാസും ആനന്ദും ഒക്കെ കണ്ണന്റെ ചങ്കു കൂട്ടുകാരല്ലേ? ഓ അതെ അതെ. അതുകൊണ്ട് അവൻ ഇനി തീറ്റയും കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് വൈകിട്ടേ വരത്തുള്ളായിരിക്കും. ആ, രാത്രിയായിട്ട് വരുമെന്ന് കണ്ണേട്ടൻ പറഞ്ഞിരുന്നു. അവർക്കൊപ്പം കഴിച്ചിട്ട്. അതുകൊണ്ട് രാത്രിയിലത്തെ ഫുഡ് എടുത്ത് വെക്കണ്ടെന്നും പറഞ്ഞു. ഓ, എന്നാ പിന്നെ മോള് ചെല്ല്, അടുക്കള ജോലിയുള്ളതല്ലേ. അതെ.
അനന്തും ലേഖയൊക്കെ ഇവിടെ വന്നിട്ട് പോകുമ്പോഴൊക്കെ നീ തന്നെയല്ലേ ദുർഗേ അവർക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുത്തു വിടുന്നത്? അതെ, അതിന്റെ നന്ദിയൊക്കെ അനന്തവും ലേഖയും കാണിക്കാറുണ്ട്. ഇവിടെ വരുമ്പോ എനിക്ക് എന്തെങ്കിലും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ തന്നിട്ടേ അവൻ പോകത്തുള്ളൂ. ഇനിയിപ്പോ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഇത്തവണ മഹാലക്ഷ്മി തന്നെ എല്ലാം ഒരുക്കി കൊടുത്തു വിട്ടേ എന്ന് കണ്ണൻ കരുതിയത്. ആ, എന്റെ സ്ഥാനമെല്ലാം അവൾ ഏറ്റെടുത്തോണ്ടിരിക്കുക. അതിന് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഭാര്യമാര് വന്നു കഴിഞ്ഞാൽ അമ്മായിയമ്മമാര് പൊടിക്കൊതുങ്ങിയേ പറ്റൂ. മുമ്പെല്ലാ വീട്ടിലും അമ്മായിമ്മമാരുടെ ഭരണമായിരുന്നു. ഇപ്പോ മരുമക്കൾക്കാണ് മേൽക്കോയ്മ കൂടുതൽ. അത് മനസ്സിലാക്കാതെ വായി വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കരുത്. എല്ലാം കണ്ണന്റെ പേരിലായി പോയില്ലേ? അല്ലെങ്കിലേ ദേ അടുക്കളയിൽ നമ്മൾ പുറത്തിറങ്ങില്ലായിരുന്നു. അപ്പോ ഇന്ന് പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ രാത്രിയിലേ വരൂ. ഇതിൽ നല്ലൊരവസരം കിട്ടാനില്ല. ആ മാമേടാ, പറ്റിയൊരവസരം വന്നിട്ടുണ്ട്. കണ്ണനിപ്പോ അവന്റെ ജർമ്മൻകാര സുഹൃത്തും അവന്റെ കെട്ടിയോടൊപ്പം പുറത്താണ്. അവൻ ഏത് ഹോട്ടലിലാണെന്നും അവൻ സഞ്ചരിക്കുന്ന റൂട്ട് ഏതാണെന്നും ഞാനൊന്ന് അറിഞ്ഞു വെക്കാം. ഏതായാലും ഇനി അവൻ രാത്രിയിലെ മടങ്ങും. അങ്ങനെയെങ്കിൽ അവനോടെ എത്തരുത്. പിന്നെ എത്തണം, ജീവനോടെയല്ല, ജഡമായി. ആംബുലൻസിൽ കൊണ്ടുവരുന്നത് വെള്ളമൂടി അവന്റെ ശരീരമായിരിക്കണം. മദ്യം വിളമ്പുന്നില്ല. 1-2 ഗ്ലാസ് വൈനൊക്കെ നിനക്ക് ഹറാമൊന്നും അല്ലല്ലോ. ഇതിനു മുമ്പ് നമ്മൾ കൂടിയപ്പോഴൊക്കെ നീ സിപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അന്നത്തെ കണ്ണനല്ല ഞാനിപ്പോ. ഇന്ന് ഞാൻ മഹാലക്ഷ്മിയുടെ കണ്ണനാ. അതുകൊണ്ട് ഭാര്യയുടെ അനുവാദം ചോദിക്കണമായിരിക്കും. എന്നാ പിന്നെ വിളിക്കേ. ലക്ഷ്മി ഒരിക്കലും ഒരു ഗ്ലാസ് വൈനൊന്നും കുടിക്കണ്ടെന്ന് പറയില്ല. ഞാൻ അയാൾക്കൊന്ന് വീഡിയോ കോൾ ചെയ്യാം. ആ, നമുക്ക് അയാൾ എന്തെടുക്കാന്ന് കാണാമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യാറുണ്ടോ അളിയ? മഹാലക്ഷ്മിയെ നിനക്ക് സംശയമുണ്ടോ? ഒന്ന് പോടാ. അല്ല, നീ ജോലി സ്ഥലത്തും കൂടെ മഹാലക്ഷ്മിയെ കൊണ്ടുപോയിട്ട് ചോദിച്ചതാ. അതെനിക്കേ ഏതു നേരം എന്റെ ഭാര്യയെ കാണാൻ വേണ്ടിട്ടാ. ദേ കേട്ടല്ലോ. അല്ലാതെ ഭാര്യയുടെ അടുത്തുനിന്ന് ജോലി സ്ഥലത്തേക്ക് പോകുന്നത് റിയാസിക്കെ പോലെ കണ്ണൻ ചേട്ടനൊരു രക്ഷപ്പെടിയിലല്ല. ഭാര്യമാരുടെ പീഡനം ഒരുപാട് സമയത്തൊന്നും നമുക്ക് ആണുങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ലട കണ്ണ. നിങ്ങൾ പുതുമോടി ആയതുകൊണ്ടാ
കുറച്ച് കഴിയുമ്പോൾ നിന്റെ സ്വഭാവത്തിന് മാറ്റമൊക്കെ വരും. എന്തോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ എന്നാ പിന്നെ വിളിക്കേ. ഉം. ആഹാ, വീഡിയോ കോൾ ആണല്ലോ. ആ കണ്ണേട്ടാ, എന്റെ പ്രീതമ കിച്ചണിലാണോ? അത് പിന്നെ നാളെ റിയാസിക്കയും ജുബാനയും പോകുമ്പോ വല്ലതും കൊടുത്തുവിടണ്ടേ? എടാ, അനന്തൂനും ലേഖയ്ക്കും കൊടുത്തുവിടാനായിട്ട് അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കുക എന്റെ മിസ്സസ്. ഇങ്ങനെ ദാ. ഹായ് ലക്ഷ്മി. ഹായ്. അതെ, ഞങ്ങൾ ഗ്ലാസ്സിലേക്ക് വൈൻ പകർന്നു കഴിഞ്ഞു. ഒരു ഗ്ലാസ് വൈൻ കുടിക്കണമെങ്കിൽ ഭാര്യയുടെ സമ്മതം വേണമെന്നാ ലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്നത്. ഒന്ന് കൊടുത്തേ. അവരുടെ സന്തോഷല്ലേ ഇപ്പൊ നമ്മൾ കണക്കിലെടുക്കേണ്ടത്. അതുകൊണ്ട് എന്താന്ന് വെച്ചാ ആയിക്കോ, ഓവറാക്കണ്ട. ആ, ഇവിടെ ഒരാൾ കൂടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. ആ. ദാ. ആ മഹാലക്ഷ്മി, ഞങ്ങൾ അവിടെ ചെന്ന ശേഷമേ ഇനി അനന്തവും ലേഖയായിട്ട് ഇതുപോലെ വിളിക്കും കേട്ടോ. ഉം. സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളുടെ ശല്യം ഉണ്ടാവും. ആയിക്കോട്ടെ. രണ്ടു കുടുംബത്തിനും കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കിക്കോ കേട്ടോ. ഉം. എന്തിനാ ആ പാവത്തിനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നേ? ഇതൊന്നും എന്റെ മഹിക്ക് ഒരു ബുദ്ധിമുട്ടല്ല. സ്വന്തം വീട്ടിൽ അടുക്കളപ്പണി ചെയ്ത് നല്ല ശീലമല്ലേ. ഉം. ഇപ്പോ എനിക്ക് വെച്ചുണമ്പി തരാൻ കഴിയാത്തതിന്റെ സങ്കടമാ ഇയാൾക്ക്. ശരിയടോ, ഞാൻ ഉടനെ എത്താം. ഉം. മറ്റെന്തേലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ, ഞാൻ എല്ലാം റെഡിയാക്കി വെക്കാം. ആയിക്കോട്ടെ. ഉം. ഭാര്യ അനുമതി തന്നല്ലോ, ഇനി ഇത് കുടിച്ചൂടെ? വേണ്ടടാ, ഇനി മധു സേവിക്കുന്നില്ല. ഒരു വിവാഹ ജീവിതം എനിക്ക് പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ കരുതിയത്. എന്നാ 12ാമത്തെ വയസ്സിൽ എന്നെ തോൽപ്പിച്ച വിധി എന്റെ ഈ 30ാമത്തെ വയസ്സിൽ എനിക്കൊരു വിജയം തന്നു. അതാണ് എന്റെ മഹാലക്ഷ്മി. ഞാൻ വൈനല്ല മദ്യം കഴിക്കണമെന്ന് പറഞ്ഞാൽ പോലും കഴിച്ചോളാൻ പറയും. ആ മനസ്സിന് നന്ദി പറഞ്ഞിട്ട് അത് കഴിക്കാതിരിക്കുക ചെയ്യേണ്ടത്. തൽക്കാലം ദാ ഇതുകൊണ്ട് ചിയേഴ്സ് പറയാം. എന്നാ പിന്നെ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. Cheers. നിങ്ങൾക്ക് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഈ ജോലി എനിക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ റോഡ് നിങ്ങളെ ക്യാമറയാ. അതിൽ എന്റെ പടം പറഞ്ഞാലേ പിന്നീട് അത് പുലിവാലാവുന്നുള്ള കാര്യം ഉറപ്പാ. സാറ് പേടിക്കണ്ട സാറേ, സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ കാര്യങ്ങൾ ചെയ്തോളാം. പരമാവധി ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് വേണം കൃത്യം നിർവഹിക്കാൻ. ആർക്കും ഒരു സംശയത്തിനും ഇടകൊടുക്കരുത്. അതൊക്കെ എനിക്ക് വിട്ടേരാ സാറേ. വിശാഖേ
വാ പറയട്ടെ. എന്നെ പോലെ തന്നെ ഇവനെ കൈകാര്യം ചെയ്തുള്ള ശീലം നിനക്കുണ്ടല്ലോ. ഇവനെ പോലെ തന്നെ എനിക്ക് നിന്നെയും വിശ്വസിക്കാം. അതുകൊണ്ടാടാ നിന്നെ തന്നെ ഞാൻ ഈ ജോലി ഏൽപ്പിക്കുന്നത്. സാറ് ധൈര്യമായിട്ടിരിക്കും സാറേ. സാറ് പറഞ്ഞതിനേക്കാളും ഭംഗിയായിട്ട് ഞാൻ കാര്യം സാധിച്ചുകൊണ്ട് വരാം. ഓക്കെടാ മോനെ. അവനെ ആ പുറപ്പെടുന്നതിന് മുമ്പ് ഒരു നിമിഷം വിശാഖേ, ആ വണ്ടിയിലിരിക്കുന്ന ആ നാളികേരം ഇങ്ങെടുത്തേ. എടാ, ചെയ്യാൻ പോകുന്നത് നല്ല കാര്യമൊന്നും അല്ലെങ്കിലും വിഘ്നങ്ങൾ കൂടാതെ കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ. ഏതായാലും നാളികേരം തവിട് കൂടിയേ ഇതുപോലെ വേണം അവന്റെ കാര്യവും. തവിട് പൊടിയാവണം. ശരി സാറേ. അനന്തവും ലേഖയും ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. ആ സമയത്ത് നിങ്ങളില്ല. ഇനി എപ്പോഴാ നമ്മൾ എല്ലാരും കൂടി ഒന്ന് ഒത്തുകൂടുന്നേ? അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞത് മഹാലക്ഷ്മിയും കൊണ്ട് ജർമ്മനിയിലേക്ക് വരാൻ. അതൊന്നും പെട്ടെന്ന് നടക്കാത്ത കാര്യോടാ. നിനക്കെന്റെ ബിസിനസിനെ പറ്റി ഒന്നും അറിയില്ല. കണ്ണൊന്നു തെറ്റിയ സ്വന്തക്കാരെന്ന് പറയുന്നവരെന്നെ തിരിമറി നടത്തും. പലതും ഞാൻ കണ്ടിട്ടും കണ്ടില്ലെന്നടിക്കുക. അതുകൊണ്ട് ഒരു മാസം പോയിട്ട് ഒരാഴ്ച പോലും മാറി നിൽക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലേ ഇത്തവണ അനന്തവും ലേഖയും വന്നിട്ട് പോട്ടെ. ഇനി ഞങ്ങൾ വരുമ്പോ അവർക്കൊപ്പം ഒന്നിച്ചേ വരത്തുള്ളൂ. പിന്നെ ലേഖയ്ക്ക് എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അനന്തുവിനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലേഖയൊന്നും പറയാറില്ല. എങ്കിലും എനിക്കറിയാം അവളുടെ മനസ്സ്. ഒരു കുഞ്ഞില്ലാത്തത് അവളെ വല്ലാതെ അലട്ടുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടാളും ദുഃഖിക്കുമ്പോ ഞാൻ എന്റെ ജീവിതം ചൂണ്ടിക്കാണിച്ചിട്ട് അവരോട് സമാധാനിക്കാൻ പറയുമായിരുന്നു. എടാ, അവിടെ പ്രശ്നം ലേഖയ്ക്കാ. അതൊരു വലിയ പ്രശ്നമായതുകൊണ്ട് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടും ലേഖ അത് സമ്മതിക്കാത്തെ. എന്നാ ഒരു നിയോഗം പോലൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവൾക്ക് അമ്മയാകാൻ കഴിയുമെന്ന് എനിക്കറിയാം. എന്നാ അതിന് തടസ്സം ഞാനാടാ. ഒരു നല്ല ദാമ്പത്യത്തിന് അർഹതയില്ലാത്തവൻ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ തീർന്നു സ്വന്തം കുഞ്ഞിനെ ലാളിക്കാനുള്ള എന്റെ മഹിയുടെ ആശയും ആഗ്രഹവും ഒക്കെ. കണ്ണേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ മനസ്സിലാക്കിയ ലക്ഷ്മി കണ്ണേട്ടൻ കരുതും പോലെ ഒരു പെൺകുട്ടിയല്ല. 1-2 മണിക്കൂർ നേരത്തെ പരിചയമേ ഉള്ളെങ്കിലും ലക്ഷ്മിയുടെ ഹൃദയത്തിൽ മുഴുവൻ കണ്ണേട്ടൻ തന്നെയാ. ഇടയ്ക്കിടയ്ക്ക് സ്വന്തം പോരായ്മ പറ്റി കണ്ണേട്ടൻ പറയുന്നതാണ് ലക്ഷ്മിയുടെ സങ്കടമെന്ന്
ആ കുട്ടി എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കണ്ണ, പഠിച്ചോ വലിയവനാ. 12ാമത്തെ വയസ്സോട്ട് നീ കരഞ്ഞ കണ്ണീരിന് നിനക്ക് തന്ന വിലമതിക്കാനാവാത്ത സമ്മാനമാ നീ മഹിയെന്ന് വിളിക്കുന്ന മഹാലക്ഷ്മി. അവൾക്ക് ചുറ്റിനും ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് നീ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അവിടെ നീ അവൾ അടക്കി പിടിക്കണം. അങ്ങനെയെങ്കിലേ അതിന്റെ ഇരട്ടി കരുതലും സ്നേഹവും അവൾ നിനക്ക് തന്നിരിക്കും.